എന്താണ് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ആവശ്യം എന്നുള്ളത് ഒന്ന് പറയാമോ? ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറിലി ആ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ടൈപ്പ്, ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസാക്ഷന്റെ സ്റ്റേജും നോക്കിയിട്ടാണ്. ഇപ്പം ഒരു സാധാരണ നമ്മളിപ്പോ ഒരു റീസെയിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ഡീല് ഫേം ആയി കഴിഞ്ഞ ശേഷം, ഏകദേശം മോർഗേജിന്റെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഓഫീസിൽ ഒരു ഫയൽ വരിക. പക്ഷെ ഇതിപ്പം ഈ റീസെയിൽ പ്രോപ്പർട്ടി തന്നെ ഇതിപ്പം ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഓഫർ സ്റ്റേജിൽ തന്നെ നമ്മുടെ ഓഫീസിൽ ഈ ഒരു അഗ്രിമെന്റ് വരികയും നമ്മളത് റിവ്യൂ ചെയ്ത് ക്ലയന്റിനോട് അതിന്റെ വരുമാനങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് റിവ്യൂ ചെയ്യും. കാരണം നിങ്ങളാണല്ലോ എഗ്രിമെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അതെല്ലാം ശരിയാണെന്നുള്ളത് നമ്മൾ നോക്കണല്ലോ. കാരണം അല്ലെങ്കിൽ ഡീല് ഫേം ആയി കഴിഞ്ഞ ശേഷം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും.